ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു മൾട്ടിഗ്രെയിൻ ബ്രെഡ് സാൻഡ്വിച്ചാണ്. നിങ്ങൾ ഇതുപോലത്തെ ബ്രെഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? കണ്ടോ, ഇതാണ് അതിൻ്റെ കവർ. 13 ഗ്രെയിൻ ആൻഡ് സീഡ്സ്, നോ മൈദ, നോ പാം ഓയിൽ, അങ്ങനത്തെ ഒരു ബ്രെഡാണ്. വളരെ ഹെൽത്തിയാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ തന്നെയാണ്. അത് ഞാൻ നന്നായിട്ട് തേച്ച് കഴിയും, മണ്ണൊക്കെ കളഞ്ഞ് സ്ക്രബ്ബർ കൊണ്ട് തേച്ചത് കാരണം അതിൻ്റെ 3/4 ഭാഗവും അതിൻ്റെ പുറത്തോട് പോയിട്ടുണ്ട്. അത് ഞാൻ അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ആവി കയറ്റി എടുക്കാനായിട്ട് ഞാൻ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. അടിയിൽ വെള്ളമുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ സ്റ്റീമർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കഷ്ണിച്ച സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് അടച്ചു വെച്ചു. ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ആ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനിക്കപ്പ പല പേര് പറയുമല്ലോ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചു. ഒന്ന് ആറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതിന് നമ്മൾക്ക് അതിൻ്റെ പുറന്തോട് ഉണ്ടെങ്കിൽ കുറച്ച് പുറന്തോടൊക്കെ അതിനകത്തുണ്ട്, ബാക്കി 3/4 ഭാഗവും നമ്മൾ തേച്ച് കഴിയപ്പോൾ അത് പോയിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് അതിൻ്റെ പുറന്തോട് ചെറുതായിട്ടൊന്ന് കിള്ളിക്കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ, ഒത്തിരിയൊന്നും ഇല്ല അതിൻ്റെ പുറന്തോട് ഉള്ളത്. ഞാൻ ഇതുപോലെ ഒന്ന് കിള്ളിയെടുത്ത് നമ്മളുടെ പാത്രത്തിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടി കേട്ടോ. ഇതുപോലെ അരിയുവാണെങ്കിൽ വലിയ സ്വീറ്റ് പൊട്ടറ്റോ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ ചെറിയ കട്ട പോലും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഉടച്ചെടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് ഉടയ്ക്കുവാനായിട്ട് പാടാണെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിയില കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി, ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇത് വിനാഗിരി വേണമെങ്കിലും ഒഴിക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ക്രഷ് ചെയ്ത്, ഒത്തിരി അങ്ങ് അരയണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് നമ്മളുടെ ആ സ്വീറ്റ് പൊട്ടറ്റോയുടെ അല്ലെങ്കിൽ ചീനിക്കപ്പയുടെ അല്ലെങ്കിൽ മധുരക്കിഴങ്ങിൻ്റെ ഉടച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മളുടെ ആ മസാല സ്വീറ്റ് പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും ചെല്ലണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഹണിയാണ്. തികച്ചും ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ചേർക്കുക, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോളും. സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ട്, എന്നാലും മധുരം കഴിക്കാൻ പാടില്ലാത്തവർക്ക്, ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇതൊട്ടും ചേർക്കണ്ട. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം തേന് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടി അങ്ങ് ചേർക്കുമ്പോൾ. അത് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളുടെ ഹണി എല്ലാ സ്വീറ്റ് പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും ചെല്ലണമല്ലോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ബ്രെഡ് തന്നെയാണ്. കണ്ടോ, മൾട്ടിഗ്രെയിൻസ് ബ്രെഡാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രെഡ് കാണുന്നതും വാങ്ങിക്കുന്നതും കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഈ ബ്രെഡ് കണ്ടപ്പോൾ അങ്ങ് വാങ്ങുന്നത്. വലിയ വില കൂടുതലൊന്നുമില്ല കേട്ടോ, 5 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ സാധാരണ ബ്രെഡിന് 55 രൂപ, ഇതിന് 60 രൂപ. ആ ബ്രെഡ് എടുത്തു. അതിനുശേഷം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം നെയ്യ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തു. ഒത്തിരി നെയ്യൊന്നും എടുക്കുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തൂക്കുന്നേ ഉള്ളൂ.
ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂത്തതിന് ശേഷം നമ്മൾക്ക് ഒന്ന് ചൂടാകുമ്പോൾ നമ്മളുടെ ബ്രെഡ് അതിലേക്ക് നിരത്തി കൊടുക്കാം. 4 പീസ് ബ്രെഡാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 2 സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 4 പീസ് ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തു. അതിൻ്റെ ഒരു ഭാഗം ഒന്ന് മൊരിയട്ടെ. പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വയ്ക്കുമ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറുഭാഗം കൂടി ഒന്ന് മൊരിയണമല്ലോ. അതിനായിട്ട് തന്നെ നമ്മൾക്ക് സൂക്ഷിച്ച് കൈകൊണ്ട് തന്നെ ഇതുപോലെ, അല്ല എങ്കിൽ നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സൂക്ഷിച്ച് ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാണല്ലോ വെച്ചിരിക്കുന്നത്, നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോഴേ കൈകൊണ്ട് മറിച്ചിടുമ്പോഴേ സൂക്ഷിക്കണം, കൈ പൊള്ളരുത്. മറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് ലേശം ടൊമാറ്റോ സോസ്, ഒത്തിരിയൊന്നും ചേർക്കുന്നില്ല, ഒരു ലേശം ടൊമാറ്റോ സോസ് ഞാനൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിലും നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ലേശമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പുറമേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു സ്പൂൺ കൊണ്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കുക. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം, ഏകദേശം 1 ടീസ്പൂണോളേ ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തു. അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മളുടെ മധുരക്കിഴങ്ങിൻ്റെ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയുടെ അല്ലെങ്കിൽ ചീനിക്കപ്പയുടെ കൂട്ട്, നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഈ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്സായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നമ്മളുടെ ബ്രെഡും വളരെ ഹെൽത്തിയാണ്. 13 ഗ്രെയിൻസ് ചേർന്ന് പൊടിച്ച് ഉണ്ടാക്കിയ ബ്രെഡാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അതോടൊപ്പം തന്നെ അതിലും ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങിന് ഒത്തിരി ഗുണമുണ്ട്. പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയിലുള്ളത്. അപ്പം സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലെ ഉണ്ടാക്കി എരിവും അതുപോലെ തന്നെ മധുരവും ചെറിയൊരു പുളിയും ഒക്കെ ആകുമ്പോൾ വളരെ ടേസ്റ്റാണ്. അത് നമ്മൾക്ക് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ആ 2 പീസിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നിറച്ച് എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ ഇതുപോലെ അങ്ങ് തേച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് മറ്റേ പീസ് എടുത്ത് ഇതുപോലെ അങ്ങോട്ട് കമത്തി വെച്ച് കൊടുക്കാം ആ പീസിലേക്ക്. നമ്മളുടെ മറുഭാഗവും മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മളുടെ ആ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഉണ്ടോ, ഇനി നമ്മൾക്ക് മുറിക്കണമെങ്കിൽ ഇത് മുറിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് മുറിച്ച് അവർക്ക് കൊടുക്കാം. അല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സാൻഡ്വിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കിയാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇപ്പം ഞാനത് മുറിച്ചും കൂടി കാണിച്ചു തരികയാണ് നിങ്ങളെ. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇത്. അങ്ങനെ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.